അതെന്താന്ന് വെച്ചാൽ ഇവരിപ്പോ ഔലിയാക്കന്മാരുണ്ട് എന്ന് അപ്പ പറഞ്ഞുകൊണ്ടിരിക്കണം. ആര്? മശായിഖ്. 824 മുറിയും എന്നൊന്നും ഞങ്ങൾക്ക് വാദല്ല. ആ പറഞ്ഞത് അങ്ങനല്ല അങ്ങനല്ല എന്നൊക്കെ പറയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ. അതിന്റെ ബാക്കിൽ ഒരു തട്ടിപ്പുണ്ട്. അതെന്താന്ന് നിങ്ങള് പുതിയൊരു സംഗതി ഇപ്പൊ 2 ദിവസമായിട്ട് ഇവർ ഉണ്ടാക്കി, 2 ദിവസമല്ല 2 ആഴ്ച ആയിട്ട് ഇവരിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് ഷെയ്ഖ് വേണമെന്നുള്ളവർക്ക് ഇവരൊക്കെ എത്തി. കാരണം തസവുഫ് ഇങ്ങനെ ഉയർന്നു വരുന്ന കാലാണ്. ഇന്തിഷാറു തസവുഫ് ഉണ്ടാവും. മഹ്ദി ഇമാം വരാനാവുമ്പോൾ അത് കൂടും. അപ്പൊ മൊയിലേര് മാത്രമായാല് ഇവിടെ രക്ഷല്ലാന്ന് ഓൽക്കും മനസ്സിലായി. മൊയിലേര് മാത്രമായാൽ ഇതൊന്നും എടുക്കത്തൂല. അങ്ങനെ പോലും ഒരു ഷെയ്ഖിനെ ഇവിടെ ആക്കാനുള്ള പദ്ധതി ഇട്ടീനത്രേ. അതിന്റെ ഒരു ആദ്യ ഭാഗം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. മിനിയാന്നത്തെ യോഗം ഞാനേ കേട്ടിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതിനാണ് 5 ലക്ഷം ശിഷ്യന്മാരെ അണിനിരത്തുന്ന നാട്ടുദർസ് പറഞ്ഞൊരു പണി തുടങ്ങിയിപ്പോ. എന്താ അതിന്റെ പിന്നിലുള്ള കഥ എന്ന് അറിയങ്ങള് അപ്പൊ തന്നെ പൊഴിച്ചാൽ പിന്നെ അത് പോയിക്കോളും. കാര്യമായിട്ട് ഇപ്പൊ നിങ്ങള് മീറ്റിംഗ് കൂടി തീരുമാനിച്ച സംഗതി എന്താ? ഇതിന്റെ ലാസ്റ്റ് വലിയ മൂപ്പരെ കൊണ്ടുവന്നിട്ട് ദർസ് സമാപിക്കാം. അങ്ങനെ ഇതിന്റെ സമാപനത്തിന്റെ ലാസ്റ്റ് ഈ കൂടിയ എല്ലാവർക്കും കൂടിയിട്ട് ഒരു ത്വരീഖത്ത് കൊടുക്കലും ഒരു ഇജാസത്ത് കൊടുക്കലും ഒരു ഷെയ്ഖാക്കലും. അത് പ്രഖ്യാപിക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് ആളും കൊണ്ടുവരണം എന്ന് അന്നേരം പറഞ്ഞു. CM വലിയുള്ളാന്റെ പേരിൽ സകല സ്ഥലത്തും സ്ഥാപനം തുടങ്ങിയതാണ് എപി സംസ്ഥ, എപിസ്താദ് അല്ലേ? CM വലിയുള്ളാന്റെ പേരിലല്ലേ? അത് വലിയല്ലേ? നിന്റെ ഈ കാട്ടുകള്ളനെ വലിയാക്കാനൊന്നും തൽക്കാലം എപി സംസ്ഥാനം കിട്ടൂല. പറഞ്ഞക്ക് വടക്കാക്കി തനിച്ചാക്കാം. അതേ രൂപത്തിലാണ് ബനവിശ്വാന്റെ പ്രവർത്തനം. അവന്റെ ആളുകളെ അവന് ഷെയ്ക്കും വളരെയൊക്കെ ആക്കണമെങ്കിൽ അതിനുള്ള വഴി നോക്കിയാൽ പോരെ. ഇന്ന് എപിസ്ഥാന്റെ പേരിൽ ചേരുന്നത്. ഉസ്താദ് എന്തിനാണ് അവൻകിട്ട്? ഉസ്താദ് നാട്ടുദർസ് എന്ന് പറഞ്ഞ സംഭവം നമ്മളൊക്കെ അതിൽ അങ്ങനത്തെ എടുത്തല്ല. നാട്ടുദർസ് എന്തിനാണ്? നാട്ടുദർസ് നമ്മൾ മുമ്പ് പോയതാണ്. ഇൻഷാ അല്ലാഹ് ഈ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ ദിവസം ഒരുത്തനും അള്ളാന്റെ ദുനിയാവിൽ ഒരുത്തനും ഇൽമ പൂർത്തിയാക്കിയവനല്ല. ദിവസം തോറും ഇൽമ പഠിക്കേണ്ടവൻ തന്നെയാണ്. ആ നിലക്ക് പ്രായഭേദമന്യേ ഇൽമ പഠിക്കുന്ന എന്താ പ്രശ്നമോ? നിങ്ങളെ മാതിരി കണ്ട മുക്കിലും മൂലയിലും സ്റ്റേജ് കെട്ടി തെറി പറയുന്നതല്ലല്ലോ. തെറി പറയുന്നതാണ് നിങ്ങൾക്ക് അതിന് പറയാം. നിങ്ങളെ മാതിരി 3 അടുപ്പും കല്ലുകൾ പോയിട്ട് സകല മുക്കിലും മൂലയിലും പോയിട്ട് കണ്ടവനെ തെറി പറഞ്ഞിട്ട് ജീവിക്കല്ലേ ആദർശം. പേരിനൊരു ആദർശവും അങ്ങനല്ലല്ലോ. ഇത് 5 ലക്ഷം ആളെ കഷ്ടപ്പെട്ടിട്ട് അതിന് ദർസ് നടത്തി അതിന് ഉദ്ഘാടനം കഴിച്ചിട്ടും അതിന് സമാപനം കഴിച്ചിട്ടും അല്ലേ. അതിലെന്താ നിങ്ങൾ തെറ്റ് കണ്ടത്? നിങ്ങളെ മാതിരി തെറി പറഞ്ഞിട്ട് ഷെയ്ക്കാക്കിയിട്ടും ഗ്ലോബൽ വില്ലേജ് പോയിട്ട് അവിടെ നിന്ന് കിട്ടിയ പദവിയൊന്നല്ലല്ലോ ഇത്. ഇപ്പം പഠിച്ചവൻ വരെ അള്ളാൻ്റെ വലിയ രംഗങ്ങളാക്കി. ഈ പഠിച്ചവനാക്കും വൈകാതങ്ങൾ. നല്ല പുറപ്പാടാണ്. എന്താണ് വായക്കൊണ്ടയിൽ ഒളിച്ചിരുന്നിട്ട് ബദാദ് പോയി വന്ന ചരിത്രത്തിലുള്ള എന്നിട്ട് എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ നേരെ കയറുന്നത്? മറ്റുള്ളവരങ്ങനെ ജീവിച്ചോട്ടെ. മറ്റുള്ളവർ നിങ്ങളെ മാതിരി നെറികേട് കാട്ടിയല്ല. അവർ ദർസ് അള്ളാൻ്റെ മുത്തുനബി തുടർന്ന പാത ആണ് ദർസ്, നാട്ടു ദർസ്. ലക്ഷക്കണക്കിന് ദർസ് എടുത്ത ഉസ്താദാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ വഴിക്ക് വിട്ടേക്ക്. നിങ്ങൾക്ക് കളവാക്കണമെങ്കിൽ മറ്റുള്ളവനെ തനിച്ചാക്കി വിടക്കാക്കേണ്ട ആവശ്യമല്ല. മറ്റുള്ളവൻ്റെ വഴിക്ക് വിടി. നിങ്ങൾക്ക് വണ്ടി വയ്ക്കി നിങ്ങൾ പോയി. അതല്ല നിങ്ങൾ പുതിയൊരു മതം തുടങ്ങി, അല്ലെങ്കിൽ ദീൻ തുടങ്ങി. അതല്ല നല്ലത്.